السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീനിലെ 12-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കുന്നു. ഇതാണ് അതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. അത് മരണാനന്തരമുള്ള ജീവിതം യാഥാർത്ഥ്യമാണെന്ന് യുക്തിയുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമത് ഈ ആയത്തിൽ പറഞ്ഞ വിഷയം വനക്തുബു മാ ഖദ്ദമു എന്ന കാര്യമാണ്. അതായത് നാം എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു മാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചതെന്താണോ അത്. വ ആസാറഹും, മൂന്നാമത് പറഞ്ഞ കാര്യം അതാണ്, അവരുടെ ബാക്കി പ്രവർത്തനങ്ങളെയും അതല്ലെങ്കിൽ അവരുടെ അടയാളങ്ങളെയും നാം രേഖപ്പെടുത്തുന്നു. വകുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളും തന്നെ അഹ്സൈനാഹു, അതിനെ നാം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫീ ഇമാമിൻ മുബീൻ, സുവ്യക്തമായ ഒരു കേന്ദ്ര ഗ്രന്ഥത്തിൽ എന്ന്. ഇതിൽ ഒന്നും രണ്ടും കാര്യങ്ങളെ നമ്മൾ വിശദമായി പറഞ്ഞു. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വ ആസാറഹും, നാം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതാണ് മാ ഖദ്ദമു എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ള ഖൈറാവട്ടെ ഷർറാവട്ടെ എന്തൊക്കെയുണ്ടോ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നും വിട്ടുപോവുകയില്ല. മഹ്ശറിൽ അത് കാണിക്കപ്പെടുമ്പോൾ ഏറ്റവും പരിഭ്രാന്തരാവുക തെമ്മാടികളായ ആളുകളായിരിക്കും എന്നൊക്കെ സൂറത്തുൽ കഹ്ഫിൻ്റെ വചനങ്ങളിലൂടെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മനുഷ്യർ ചെയ്തിട്ടുള്ള ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ രണ്ട് നിലക്കുണ്ടാകും. അതാണ് ആസാറഹും എന്നുള്ളയിടത്ത് നമ്മൾ വിശദീകരിച്ച് തുടങ്ങിയത്. ആസാറുകൾ എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ, ബാക്കി പത്രങ്ങൾ എന്നൊക്കെയാണ് അതിന് നമുക്ക് പറയാവുന്ന പരിഭാഷകൾ. നാം ചെയ്തിട്ടുള്ള ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള നന്മകളാവട്ടെ തിന്മകളാവട്ടെ, ആ പ്രവർത്തനങ്ങളൊക്കെ ഒരു വേള മരണത്തോടുകൂടി നിന്നുപോകുന്നവയുമുണ്ട്. മരണാനന്തരവും അതിൻ്റെ നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ, ഒരാൾ നിസ്കരിച്ചു, ആ നിസ്കാരം, അതിൻ്റെ പ്രതിഫലം അവൻ്റെ മരണത്തോടുകൂടി അതവന് കഴിഞ്ഞു. മരണാനന്തരം പിന്നെ നിസ്കാരത്തിൻ്റെ ഒരു കൂലി അവന് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നിരന്തരം വരുന്നില്ല. അതേ അവസരത്തിൽ നമ്മൾ ഒരാൾക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, ഒരാൾക്ക് നമ്മൾ നമസ്കാരത്തിലേക്ക് മാർഗദർശനം നൽകി. അത് നമ്മൾ നിസ്കരിക്കുക എന്നുള്ള കർമ്മത്തെ പോലെ മാത്രമായിരിക്കില്ല. അത് നമ്മുടെ ഉപദേശം കേട്ട് ഒരാൾ നമസ്കാരം ആരംഭിച്ചു, നമ്മൾ മരിച്ചുപോയി. നമ്മുടെ മരണാനന്തരവും നമ്മുടെ ഉപദേശം കേട്ട് ആ വ്യക്തി എത്ര കാലം നമസ്കരിച്ചുവോ, ആ വ്യക്തിയിലൂടെ എത്ര നന്മകൾ ലോകത്ത് പുറപ്പെട്ടുവോ നമ്മുടെ കാരണമായി, അതിൻ്റെ എല്ലാം ഒരു വിഹിതം അയാൾക്കൊട്ടും കുറയാതെ നമുക്കും വന്നു ചേരും. ഇതാണ് ആസാറുകൾ എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ മനുഷ്യർ ചെയ്തിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഖൈറുകൾക്കും അതുപോലെ തന്നെ ഷെറുകൾക്കും ഉണ്ടാകും. ഇതേപോലെ തന്നെ ചില പ്രവർത്തനങ്ങൾക്കൊക്കെ അതിൻ്റെ ഖൈറുമുണ്ടാകും ഷെറുമുണ്ടാകും. മനുഷ്യർ ചെയ്തിട്ടുള്ള നന്മകളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു,
ഇദാ മാത ഇബ്നു ആദം, മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഖതഅ അമലുഹു, അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളിലൂടെ ലഭിക്കുന്ന പ്രതിഫലങ്ങളല്ലാത്തതൊക്കെ പോയി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല ഈ മറ്റ് ഇബാദത്തുകൾ പോലെ. ഇതിന് പ്രത്യേകമായ അവന്റെ മരണാനന്തരവും അവന്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അത് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസിൽ ഉപകാരപ്രദമായ അറിവ്, അതുപോലെ തന്നെ മറ്റൊന്ന് തനിക്ക് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം, അതുപോലെ സദഖ ജാരിയ, ജാരിയായ സദഖകൾ എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമാണ് ജാരിയായ സദഖ. ഒരാളുടെ ജീവിതത്തിൽ അയാളൊരു പാവപ്പെട്ട മനുഷ്യനൊരു സദഖ കൊടുക്കുന്നത് പോലെയല്ല ജാരിയായ സദഖ എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സദഖ കൊടുത്തു, അത് അയാൾക്ക് ഉപകരിച്ചു, അയാൾക്ക് ഉപകരിച്ചു എന്നുള്ളതല്ലാതെ വേറൊരാൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടുന്നില്ല. നേരെ മറിച്ച് നമ്മളൊരു വഖഫ് ചെയ്തു, അഥവാ അതാണ് ജാരിയായ സദഖ. കറണ്ടായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രതിഫലം ഒരാളുടെ മരണശേഷവും അയാൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾ ചെയ്തു വെച്ച ആ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രം ലോകത്ത് നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് വഖഫുകളുടെ പരിധിയിൽ വരുന്നത്. വഖഫാക്കുക സാദാ സദഖയല്ല വഖഫ്. വഖഫ് എന്ന് പറയുന്നത് ഞാനൊരു കാര്യത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ സമർപ്പിക്കലാണ്. ആ വസ്തുവിൻ്റെ ഉപയോഗം തൻ്റെ മരണശേഷവും അതിങ്ങനെ നിലനിൽക്കും. ആ വിധത്തിലുള്ള കാര്യങ്ങൾ ഏതൊക്കെ നിലക്ക് വരാം, ഏതൊക്കെ വിധത്തിൽ അതൊക്കെ നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതിന് എമ്പാടും ഉദാഹരണങ്ങളുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഹാബിമാരുടെ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മിക്ക സഹാബിമാരും വഖഫിൻ്റെ കാര്യത്തിൽ മത്സരിച്ചവരായിരുന്നു എന്നാണ്. ധാരാളം സഹാബിമാരുടെ ചരിത്രങ്ങളുണ്ട്. അവരൊക്കെ മരിക്കുന്നതിൻ്റെ മുമ്പ് അവർക്ക് വേണ്ടി ഒരു അസർ ബാക്കിയാവുക എന്ന നിലയ്ക്ക് ഒരൊക്കെ വഖഫ് ചെയ്തിരുന്നു എന്നാണ്. അതിൽ പ്രസിദ്ധനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് യഹൂദികൾ വൻ വിലക്ക് വെള്ളം വിറ്റിരുന്ന മദീനയിലുണ്ടായിരുന്ന ശുദ്ധജലത്തിൻ്റെ കിണർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അതിലെ വെള്ളം. പക്ഷേ അതിങ്ങനെ മറ്റൊരാളുടെ അധീനതയിലായിരുന്നു, ആളുകൾക്കൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല. അങ്ങനെ ആ പ്രയാസം കണ്ടറിഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വൻ മുതൽ മുടക്കിയിട്ടാണ് ആ കിണർ വിലക്ക് വാങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അതിനെ എന്ത് ചെയ്തു? വഖഫ് ചെയ്തു. ഇന്നും ആ കിണറിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വല്ലാഹു അലം. എന്തായാലും അതുകൊണ്ട് ധാരാളം വർഷങ്ങൾ അത് മുഖേന ശുദ്ധജലം കുടിച്ചു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ സദഖകൾ ചെയ്തവരുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ എൻ്റെ തോട്ടം ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ സഹാബിയുണ്ട്. വിശുദ്ധ ഖുർആനിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങൾ ചെലവഴിക്കുവോളം നിങ്ങൾക്ക് പുണ്യം നേടുവാൻ സാധ്യമല്ല എന്നുള്ള വചനമിറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തോട്ടമാണെന്ന് പറഞ്ഞ് ആ തോട്ടം ഫീ സബീലില്ലയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊതു ഉപയോഗത്തിന് വേണ്ടി ഞാനിതാ വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സഹാബിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരാണ്. ശേഷക്കാരായ ആളുകളുടെ ചരിത്രങ്ങളിലുമുണ്ട്. ഓരോരുത്തരുടെയും ഇഖ്ലാസും നിയ്യത്തുമൊക്കെ അനുസരിച്ച് സഹാബാക്കൾ മുഴുവനും അവർ ശുദ്ധഗതിക്കാരാണ്. അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് അള്ളാഹു ഉറപ്പിച്ച് പറഞ്ഞതാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. അവരല്ലാത്ത മറ്റാളുകളുടെയൊക്കെ ഇന്നോളം വരെയുള്ള വഖഫുകൾ ലോകത്തൊരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ വഖഫുകളുടെയൊക്കെ നില അവരുടെ നിയ്യത്തുകൾക്കനുസരിച്ച് റബ്ബിൻ്റെ അടുക്കൽ മുറിയാത്ത പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആര് ചെയ്തിട്ടുള്ള വഖഫുകൾക്കും വലിയ പ്രതിഫലമായിരിക്കും. പിന്നെ ഓരോരുത്തരുടെയും നിയ്യത്ത് വിലയിരുത്തപ്പെടുക മഹ്ശറിലാണല്ലോ. ധാരാളമായി സദഖ ചെയ്തകൾ വമ്പിച്ച ധനാഢ്യരായ ആളുകൾ വലിയ രൂപത്തിലുള്ള വഖഫുകൾ എന്നറിയപ്പെടുന്ന സ്വത്തുക്കളൊക്കെ നൽകിയവരുണ്ടാകും. എന്തുദ്ദേശത്തിനാണ് അവർ നൽകിയതെന്ന് അവർക്കും അള്ളാഹുവിനെ അറിയുള്ളൂ. അവരുടെ നിയ്യത്തിനനുസരിച്ച് പ്രതിഫലം ഉണ്ടാകും. പരലോക കോടതിയിൽ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആദ്യ വിഭാഗത്തെ എണ്ണിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്ന 3 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗന്മാരായിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സദഖകൾ ചെയ്ത ധർമ്മിഷ്ഠനായൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അയാൾ നരകത്തിലേക്കാണ് പോയത്. എന്താണ് കാരണം? അയാൾ നരകാവകാശിയാവാൻ കാരണം അയാൾ വഖഫ് ചെയ്തതും സദഖ കൊടുത്തതൊക്കെ പേരിന് വേണ്ടിയായിരുന്നു.
അങ്ങനെ പേര് കിട്ടാനായിരുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ വിധത്തിലുള്ള നിയ്യത്തോടുകൂടെ എത്ര കുന്നോളം കൊടുത്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ നിയ്യത്തനുസരിച്ച് റഹ്മാനായ റബ്ബ് ഇടപെടും. അത് പരലോക കോടതിയിലേ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു വഖഫാണ്. ഇന്നും ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ഹാജിമാർക്ക് കാണാൻ സാധിക്കും. മുസ്ദലിഫയിലൂടെ, ജബൽ റഹ്മയുടെ ഏരിയയിലൂടെയൊക്കെ, പിന്നെ മുസ്ദലിഫയുടെ ഭാഗത്തു കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, മക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടത് ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്ന കുന്നുകളിൽ ഐൻ സുബൈദ എന്ന പേരിൽ ഒരു പ്രത്യേകമായ ഒരു ടണൽ, അതിലൂടെ വെള്ളം, ശുദ്ധജലത്തിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കിയ ഒരു മഹദിയുടെ ചരിത്രം. ഹാറൂൺ റഷീദിൻ്റെ ഭാര്യയായിരുന്നു. ഹിജ്റ 148 അവർ ജനിച്ചത്. അവരെ വിവാഹം ചെയ്തത് ഹാറൂൺ റഷീദായിരുന്നു, അബ്ബാസിയ ഖലീഫയായ ഹാറൂൺ റഷീദിൻ്റെ മറ്റു ഭാര്യമാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ഭാര്യയായിരുന്നു സുബൈദ എന്ന പേരുള്ള സുന്ദരിയായിരുന്ന ഒരു രാജ്ഞിയായിരുന്നു അവര് പലപ്പോഴും ഹാറൂൺ റഷീദിൻ്റെ കൂടെ ബാഗ്ദാദിൽ നിന്ന്, ഇന്നത്തെ ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് അവർ പലവട്ടം മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ആ സ്ത്രീയുടെ ചരിത്രത്തിൽ, ആ മഹദിയുടെ ചരിത്രത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ അങ്ങനെ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ, കരമാർഗം അന്ന് അവർ യാത്ര ചെയ്യുമ്പോൾ ബാഗ്ദാദിൽ നിന്ന് 1200 കിലോമീറ്ററുകളോളം ദൂരം റോഡുണ്ട്. പക്ഷേ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പലപ്പോഴും വഴിയാത്രക്കാരൊക്കെ വഴിതെറ്റി മരുഭൂമിയിലൊക്കെ ദാഹിച്ച് വിശന്ന് വലഞ്ഞ് ഒരുപാട് ഹാജിമാർ മരണപ്പെട്ട കാഴ്ച പല അവസരങ്ങളിലായി ഈ സുബൈദ കണ്ടിരുന്നു എന്നാണ്. അതേപോലെ തന്നെ അവർ ഹജ്ജിന് പോകുമ്പോൾ മിനായിൽ, അറഫയിൽ, മുസ്ദലിഫയിൽ, മക്കയിലൊക്കെ കുടിവെള്ളം കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന കാഴ്ച അവർ വല്ലാതെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ്. ഒരു കുപ്പി ശുദ്ധജലം കിട്ടണമെങ്കിൽ 1 ദീനാർ കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. അത്രത്തോളം ശുദ്ധജലത്തിന് ക്ഷാമമുണ്ടായിരുന്നു അന്ന് മക്കയിൽ ഹജ്ജിന് വരുന്ന കാലത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഈ മഹദിയുടെ മനസ്സ് വല്ലാതെ അലിഞ്ഞു എന്നും അവർ അന്ന് തീരുമാനമെടുത്തു എന്നാണ്. ബാഗ്ദാദിൽ നിന്ന് മക്ക വരെ നീണ്ടു നിൽക്കുന്ന 1200 കിലോമീറ്റർ ദൂരമുള്ള നടപ്പാത നിർമ്മിക്കാൻ, 1200 കിലോമീറ്റർ ദൂരമുള്ള ഒരു റോഡ് നിർമ്മിക്കാൻ അവർ പ്ലാനിട്ടു. റോഡുകൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾക്കുള്ള പ്രത്യേകമായ താമസ സത്രങ്ങൾ, പള്ളികൾ, അതേപോലെ തന്നെ വഴി അറിയാതെ വിഷമിക്കാതിരിക്കാനുള്ള ലൈറ്റ് ഹൗസുകൾ, അന്നൊക്കെ വിളക്ക് കത്തിക്കുന്ന രൂപത്തിലുള്ള വിളക്കുമാടങ്ങളാണല്ലോ, ഒക്കെ അവർ സ്ഥാപിച്ചു എന്നാണ്. മാത്രമല്ല, കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അറിഞ്ഞ് ഹാജിമാര് പലരും മരിച്ചു വീഴുന്നൊരവസ്ഥ കണ്ടപ്പോൾ അവരവിടെ കിട്ടിയ എഞ്ചിനീയർമാരോട്, പ്രഗത്ഭരായ അവരുടെ എഞ്ചിനീയർമാരോട് ഒരു പ്ലാൻ സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നാണ്. ഇവിടേക്ക് ശുദ്ധജലം എത്തിക്കുവാനുള്ള ഒരു സർവേ തയ്യാറാക്കുവാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നാണ്. അന്നത്തെ പ്രഗത്ഭരായ എഞ്ചിനീയർമാർ അവർ റിപ്പോർട്ട് കൊടുത്തത് എന്താണെന്നറിയോ? വലിയ ചെലവ് വരും. കാരണം മക്കയിൽ ശുദ്ധജലത്തിൻ്റെ ഒരു തടാകം എവിടെയാണുള്ളത്? അപ്പുറത്ത് ഹുനൈനിൻ്റെ ഭാഗത്താണ് കുറച്ചൊക്കെ ഒരു നീരുറവയുള്ളത്. ഹുനൈന് യുദ്ധം നടന്നിട്ടുള്ള ഹുനൈന് പ്രദേശത്തും പരിസര സ്ഥലങ്ങളിലുമാണ് കുറച്ചൊക്കെ ശുദ്ധജലത്തിൻ്റെ തടാകങ്ങൾ അന്നുണ്ടായിരുന്നത്. അവിടെയുള്ള പാറക്കെട്ടുകളിലൂടെയാണ് ഇത്തിരിയെങ്കിലും വെള്ളം കിട്ടിയിരുന്നത്. ആ പ്രദേശത്ത് നിന്ന്, അവിടെ നിന്ന് ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള ടണൽ, പാറക്കൂട്ടങ്ങൾ തുരന്നിട്ട് വേണം വെള്ളം കൊണ്ടുപോകാൻ. അതിന് ഒരു 10 മൈലോളം ടണൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഏതാ കാലം നോർക്കണം. ഇന്ന് 1446 ഹിജറ, 1200 കൊല്ലം മുമ്പുള്ള കഥയാ പറയുന്നത്. ഒരു ടണൽ, പാറക്കല്ലിൽ, കടുത്ത ചൂടോടുകൂടിയുള്ള പാറക്കല്ലിൽ ഒരു കൊത്തണമെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ശ്രമകരമായ ജോലിയാണ്. പക്ഷേ അവർ കൃത്യമായി പറഞ്ഞു, അത്രയും സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുവാൻ ഹുനൈനിൽ നിന്ന് മക്കയിലേക്ക് ഒരു ശുദ്ധജലത്തിൻ്റെ ഒരു പ്രത്യേകമായ ടണൽ ഉണ്ടാക്കി അതിലൂടെ വെള്ളം ഒഴുക്കണം എന്ന് ഒരു തീരുമാനമാണ് പറഞ്ഞു. വളരെ ശ്രമകരമാണ്, സാധ്യമാകാത്ത കാര്യമാണ് എന്നൊക്കെ അന്നത്തെ എഞ്ചിനീയർമാർ പറഞ്ഞെങ്കിലും, ഒരു പിക്കാസ് കൊണ്ട് പാറമേൽ ഒരു കൊത്തുന്നവർക്ക് 1 ദീനാർ ഞാൻ തരാം. 1 ദീനാർ എന്ന് പറഞ്ഞാൽ നമ്മളെ കുവൈത്ത് ദീനാറോ ഇവിടുത്തെ വെള്ളിയൊന്നുമല്ല ഈ പറയണത്. 1 ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയമാണ്. ഒരു സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1/2 പവൻ വരും. ഏകദേശം 3.9 ഗ്രാമാണ് 1 ദീനാർ. ഇന്നിപ്പോൾ 4 ഗ്രാമല്ലേ 1/2 പവൻ, 8 ഗ്രാമാണ് 1 പവൻ. 1/2 പവൻ തരാം, ഒരു കൊത്തുന്നവർക്ക് കൂലി എന്നാ പറഞ്ഞത്. പ്രയാസം സഹിച്ചുകൊണ്ടും പണം ഞാൻ തരാം, അത് ഉണ്ടാക്കണം, ഈ പാവങ്ങളിനി ലോകത്ത് കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പ്രഖ്യാപനം കൊടുത്തു. അങ്ങനെ ടണലുണ്ടാക്കി. 1000 കൊല്ലത്തോളം ആ ടണലിലൂടെ ശുദ്ധജലം മക്ക, അതേപോലെ തന്നെ അറഫ, മിന, മുസ്ദലിഫ ഭാഗങ്ങളിൽ ഒഴുക്കിയിരുന്നു എന്നാണ്. ഇന്നും ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ടണലിൻ്റെ, ശുദ്ധജലത്തിൻ്റെ ഒരു പ്രത്യേകമായ വഴി ഇങ്ങനെ പോകുന്നത്.
ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെട്ട് കിടക്കുന്നത് കാണാം. അത് ഐൻ സുബൈദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സുബൈദ കനാൽ. ഇന്നും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ സുബൈദ കനാൽ എന്ന് അടിച്ചു നോക്കിയാൽ അതിൻ്റെ ചരിത്രം കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എത്രയോ ആളുകൾ, അനേകായിരം ആളുകൾ അത് ഉപയോഗപ്പെടുത്തി. അന്നത്തെ കണക്കനുസരിച്ച് 6000 കിലോ പൊന്നാണ് അതിനു വേണ്ടി ചെലവഴിച്ചത് എന്നാണ്. അതിനുവേണ്ടി കണക്കല്ലാത്ത ധനം അവർ വഖഫ് ചെയ്തു എന്നാണ്. എന്നിട്ട് അവസാനം അവർ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് കൊട്ടാരമുറ്റത്ത് കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി എഞ്ചിനീയർമാർ തടിച്ചുകൂടി എന്നാണ് ചരിത്രം പറയുന്നത്. കണക്ക് അവതരിപ്പിക്കാൻ രാജ്ഞി തന്നതും അതേപോലെ തന്നെ ചെലവായതുമൊക്കെയുള്ള കണക്കുകൾ അവർ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ വന്നിട്ട് പറഞ്ഞുവത്രേ, എന്ത് ഈ പ്രത്യേകമായ ഈ ടണൽ നിർമ്മിക്കുവാനും ശുദ്ധജലത്തിന്റെ ഈ പ്ലാൻ തയ്യാറാക്കുവാനും എനിക്ക് കിട്ടാനുള്ളത് മുഴുവനും ഞാനിതാ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഒരു കണക്കും ഇനി പറയേണ്ടതില്ല. ഞാൻ ചെലവാക്കിയതിൻ്റെ കണക്ക് എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഉണ്ടാകും. നിങ്ങൾക്കാർക്കെങ്കിലും ഇനി വല്ലതും കിട്ടാനുണ്ടെങ്കിൽ പറയുക, ഞാനത് നൽകാം എന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ കണക്ക് ക്ലോസ് ചെയ്തു എന്നാ ചരിത്രം പറയുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊരു സ്ത്രീയുടെ കഥയാണ്. സുബൈദ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണിത്. ഇത്രയൊന്നും സാധിച്ചില്ലെങ്കിലും ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, നമുക്കുമുണ്ടാവണം മരിക്കുന്നതിൻ്റെ മുമ്പ് ആരാരും അറിയാത്ത ചില അസറുകൾ ഓരോരുത്തർക്കും ഉണ്ടാകണം, അവരുടെ കഴിവിനനുസരിച്ച്. പണ്ഡിതന്മാർ ചില ഗ്രന്ഥങ്ങൾ പോലും ഇന്ന് രചിച്ചിട്ടുണ്ട്. ഉത്തുറുഖ് അസറൻ ഖബ്ല റഹീൽ, ഒരു കിതാബിന്റെ പേരാണ് ഉത്തുറുഖ് അസറൻ ഖബ്ല റഹീൽ. ഉത്തുറുഖ്, നീ ബാക്കിയാക്കി പോ, അസറൻ, ഒരസറെങ്കിലും, ഖബ്ല റഹീൽ, ഖബറിലേക്കുള്ള യാത്രക്ക് മുമ്പേ ഒരസറെങ്കിലും നീ ബാക്കിയാക്കി പോവുക. മരിച്ചാലും നമ്മുടെ ഖബറിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാകണം. അതിനുള്ള ഒരുപാട് വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. തീർച്ചയായും ഒരു മുഅ്മിനായ മനുഷ്യനിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. മിൻ അമലിഹി വഹസനാതിഹി, അവന്റെ അമലിൽ നിന്നും അവന്റെ ഹസനാത്തുകളിൽ നിന്നും, ബഅദ മൗതിഹി, അവൻ മരിച്ചാലും ഒരാളുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഏതൊക്കെ? ഇൽമൻ അല്ലമഹു വനശറഹു, ഒരാൾ ഒരു ഇൽമു പഠിച്ചു, അത് പഠിപ്പിച്ചു, അത് പ്രചരിപ്പിച്ചു. എന്താ അതിൻ്റെ ഗുണം? ഞാനൊരു ഇൽമു പഠിക്കൽ മാത്രം, അത് എനിക്ക് മാത്രം ഉപകാരമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരാൾ നിസ്കരിക്കുന്നത് അയാൾക്ക് മാത്രം ഉപകാരം, നോമ്പെടുക്കുന്നു അയാൾക്ക് മാത്രം ഉപകാരം. ഞാനൊരു ഇൽമു പഠിച്ചു, എനിക്ക് വിവരമുണ്ടായി, അത് എനിക്ക് ഉപകാരമുണ്ട്. പക്ഷെ അതുകൊണ്ട് വേറൊരാൾക്ക് ഉപകാരം കിട്ടണമെങ്കിലോ അത് പഠിപ്പിക്കണം, അത് പ്രചരിപ്പിക്കണം. അത് ഓരോരുത്തർക്കും കിട്ടുന്ന ഇൽമുകളുടെ അളവുകൾ വ്യത്യസ്തമായിരിക്കാം. ചിലർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് കുറവ് കിട്ടും. എത്ര കിട്ടിയോ ആ ഇൽമിൽ നിന്ന് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു, അത് പ്രചരിപ്പിച്ചു, അത് നമുക്ക് ഒരസറാണ്. നല്ല നിയ്യത്തോടെയാണ് നമ്മളത് ചെയ്തതെങ്കിൽ അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഏത് കാര്യത്തിൻ്റെയും ബേസിക് അതാണ്, ഇഖ്ലാസ് വേണം. അതാരാ തീരുമാനിക്കുന്നത്? റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അത് രേഖയിലുണ്ടെങ്കിലേ, അതവിടെ കബൂലാക്കിയിട്ടുണ്ടെങ്കിലേ എൻ്റെ മരണാനന്തരവും എൻ്റെ അക്കൗണ്ടിലേക്ക് അത് വരൂ. നേരെ മറിച്ച് ഞാൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നിയ്യത്ത് പഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് തന്നെ അത് അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട് കറന്റ് ആയിട്ട് പിന്നെ എനിക്കെങ്ങനെ കിട്ടുക? ആദ്യം തന്നെ അത് സ്വീകരിച്ചിട്ടില്ല, റിജക്റ്റഡ് ആണ്. അപ്പൊ റിജക്റ്റഡ് ആയ ഒരു അമലിന് പിന്നീട് അതിന് ആ രൂപത്തിലുള്ള തുടർ പ്രതിഫലമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെട്ടുവോ എങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഇൽമനുസരിച്ച് ആരൊക്കെ പ്രവർത്തിച്ചോ അത് നമുക്കൊരു വലിയ അസറ്റാണ്, വലിയ ഒരു സമ്പാദ്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുന്ന ഇൽമിന്റെ ഒരു സദസ്സ്, ഇതുപോലെയുള്ള ഒരു സദസ്സിലേക്ക് നിങ്ങൾ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടേയുള്ളൂ. നിങ്ങൾ അയാളോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ അയാളെ വഴി കാണിച്ചു, ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ കൊണ്ടുവന്നു. ആ ഇൽമ് നിങ്ങൾ അയാളെ പഠിപ്പിച്ചതുപോലെ, അയാൾക്കത് പകർന്നു കൊടുത്തതുപോലെ, നിങ്ങൾ കാരണമാണ് അയാൾ ഇവിടെ എത്തിയത്. അയാളിലുണ്ടായ മാറ്റത്തിന് നിങ്ങളാണ് നിമിത്തമായത്. ഇൻഷാ അല്ലാഹ് നല്ല ഒരു ഉദ്ദേശത്തോടുകൂടെ ആണാവട്ടെ പെണ്ണാവട്ടെ ആ ഇൽമിന്റെ പാതയിൽ പ്രവേശിക്കുകയും മറ്റൊരാൾ പ്രവേശിപ്പിക്കുകയും ചെയ്തവന് തീർച്ചയായും അണമുറിയാത്ത ധാരയായി
നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. രണ്ടാമത് പറയുന്നതോ വവലദൻ സാലിഹൻ തറകഹു, സാലിഹായ ഒരു സന്താനത്തെ അവൻ വിട്ടേച്ചു പോയി. അതൊരു അസറ്റാണ്, അതൊരു വലിയ സമ്പാദ്യമാണ്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയ മക്കൾ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. ജീവിതകാലത്തും നമ്മൾ അവരോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ 5 നേര പ്രാർത്ഥനയിലും ഉപ്പയും ഉമ്മയും ഉണ്ടാകണം, മരിച്ചാലും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അവർക്ക് വേണ്ടി സതുപദേശങ്ങൾ നൽകി, അവർക്ക് വേണ്ട തെർബിയത്ത് നൽകി, അവരെ കൃത്യമായ നിലക്കുള്ള ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയ രക്ഷിതാക്കൾ, അവർക്ക് ആ മക്കൾ മുഖേന ഉപകാരം കിട്ടും. ശ്രമം നടത്തിയിട്ടും പരാജയപ്പെട്ടേക്കാം. അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അള്ളാഹുവാണ്. പക്ഷേ സാലിഹായ ഒരു സന്താനം, ഒരു സന്തതി, ഒരു മകൻ, ഒരു മക്കൾ ഉണ്ടെങ്കിൽ അത് മരണാനന്തരവും നമുക്കൊരു വലിയ പ്രതിഫലം അണമുറിയാതെ ലഭ്യമാകുവാനുള്ള ഒരു സോഴ്സാണ്. അതിനുള്ളൊരു പ്രത്യേകമായ അസറ്റ്, ഇതൊരു വലിയ സമ്പാദ്യം തന്നെയാണ്. മൂന്നാമത് പറഞ്ഞത് മുസ്ഹഫൻ വറസഹു, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒരു മുസ്ഹഫ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ആ ഖുർആനിനെ ഒരാൾ അനന്തരമാക്കി ഇവിടെ വിട്ടേച്ചു പോകുന്നു. ഇന്നിപ്പോ ഖുർആനിന്റെ കോപ്പികൾക്ക് ക്ഷാമമില്ല. ശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ ഇന്നും മദീനയിലും മക്കയിലും ഒക്കെ മസ്ജിദുകളിലേക്ക് മുസ്ഹഫുകൾ വഖഫ് ചെയ്യാൻ കൊടുക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇന്ന് 2 ഹറമുകളിലും മുസ്ഹഫുകൾ നിർബാധം എത്ര ആവശ്യമുണ്ടോ അത്രായിരം കോപ്പികളാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ മുജമ്മഉൽ മലിക് മലിക് ഫഹദ് കിങ് പിന്നെ ഫഹദിന്റെ പേരിലുള്ള പ്രിന്റിംഗ് പ്രസ്സുകൾ തന്നെയുണ്ട് 2 ഹറമുകളിലേക്കും. അപ്പോൾ ഇന്ന് മുസ്ഹഫുകൾക്ക് ഇന്ന് പഞ്ഞമില്ല. എന്നാൽ മുസ്ഹഫുകൾ ആവശ്യമുള്ള ഇടങ്ങളുണ്ടാകും, അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മുസ്ഹഫുകൾ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷകൾ, വ്യാഖ്യാനങ്ങൾ, അതൊക്കെ ആവശ്യമുള്ള എമ്പാടും ആളുകളുണ്ടാകും, പള്ളികളുണ്ടാകും, സ്ഥലങ്ങളുണ്ടാകും. പ്രയോജനപ്പെടും എന്ന് കാണുന്നിടത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അതൊരു പ്രത്യേകമായ നിലക്ക് അന്വേഷിച്ചറിഞ്ഞ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് നൽകുക. അത് എത്ര പേര് വായിക്കുന്നു, എത്ര പേര് ഓതുന്നു, എത്ര പേര് അതിൽ നിന്ന് പഠനം ഉൾക്കൊള്ളുന്നു, എത്ര പേര് വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു വരുന്നു, തീർച്ചയായും അത് ദാനം ചെയ്ത വ്യക്തിക്ക് അണമുറിയാത്ത ഒരു പ്രതിഫലമായി ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമതായി കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാലാമത് പറഞ്ഞു ഔ മസ്ജിദൻ ബനാഹു, ഒരാളൊരു പള്ളി നിർമ്മിക്കുന്നുവെങ്കിൽ അതും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ, ഒരു പള്ളി ഒരാൾ ഒറ്റക്ക് നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഷെയറായിട്ടെങ്കിലും, പരലോക സമ്പാദ്യങ്ങൾ പലപ്പോഴും ഒറ്റക്ക് ചെയ്തു ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ സ്വകാര്യമായി 1, 2, 3, 4 ഒക്കെ ആളുകൾക്ക് അതിൽ ഷെയർ ചേർന്നൊക്കെ ചെയ്യാം. നമ്മളെ വക എൻ്റെ വക ഒരു പള്ളി എന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എനിക്കതിന് പറ്റിയില്ലെങ്കിൽ മറ്റൊരാളെ കൂട്ടിയിട്ട് എങ്ങനെയാണോ, നമ്മളെ നിയ്യത്ത് നന്നാകലാണ് പ്രധാനം. എന്തായാലും ഒരു പള്ളി നിർമ്മിക്കുക, ആ മസ്ജിദിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുജൂദുകൾക്കും സൽക്കർമ്മങ്ങൾക്കും തുല്യമായ ഒരു പ്രതിഫലം അതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ള വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ഔ ബൈതൻ ലിബ്നി സബീലി ബനാഹു, അഞ്ചാമത് പറഞ്ഞത് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടി സത്രങ്ങൾ നിർമ്മിക്കൽ. നീണ്ട യാത്രകൾ, ഒരു കാലഘട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാൽനടയായിട്ട് സഞ്ചരിച്ചിരുന്ന യാത്രികന്മാർ, അവർക്കൊന്ന് കയറിയിരിക്കാനോ വിശ്രമിക്കാനോ സ്ഥലങ്ങളൊന്നുമില്ലാത്ത മരുഭൂമികളായിരുന്നു അറേബ്യൻ രാജ്യങ്ങൾ. അവിടെ ഒന്നും തണൽ മരങ്ങളില്ല. അവർക്കൊന്ന് വിശ്രമിക്കാനൊരു ഇടം, താമസിക്കാനൊരു ഇടം, കുളിക്കാനും ശുദ്ധീകരിക്കാനും, ഒന്ന് ദിനചര്യകൾ നിർവഹിച്ച് ഫ്രഷാകുവാനും ഒരിടം, അങ്ങനെയുള്ളതൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ആ രൂപത്തിലുള്ള പ്രവർത്തനം. ഔ നഹ്റൻ നജറാഹു, അതല്ലെങ്കിൽ ഒരു നദിയെ ഒരാൾ ഒഴുക്കുകയാണ്. നദി എന്ന് പറഞ്ഞാൽ കുടിവെള്ള ജലസേചന പദ്ധതിയാണത്. കാർഷികമായ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന നിലക്ക്. കാരണം കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടായാൽ ഒരുപാട് ആളുകൾക്ക്, സസ്യലതാദികൾക്ക്, മനുഷ്യർക്ക്, പക്ഷികൾക്ക്, ജന്തുക്കൾക്ക് ഒക്കെ ഉപകാരമാണല്ലോ വെള്ളം ഒഴുക്കുവാനുള്ള സംവിധാനങ്ങൾ, കിണറുകൾ, ശുദ്ധജല കിണറുകളുടെ നിർമ്മാണം, ആയിരങ്ങൾക്ക് കുടിക്കുവാൻ അല്ലെങ്കിൽ പരിസരവാസികൾക്ക് 100കണക്കിന് കുടുംബങ്ങൾക്ക് കുടിക്കുവാനുള്ള പൊതു കിണറുകൾ, ജലസേചന സൗകര്യാർത്ഥമുള്ള പൊതു കുളങ്ങൾ, ഇതൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന, അതൊക്കെ പിന്നെയും നിലനിൽക്കുന്ന സംരംഭങ്ങളാണ്. മരിച്ചാലും ഒരുപാട് ആളുകൾ അതിൻ്റെ ഉപയോഗങ്ങൾ വീണ്ടും എടുക്കും. അതിനൊക്കെ ഇയാൾക്കും പ്രതിഫലം കിട്ടും. എത്രത്തോളം ഒരാളൊരു ചെടി നടുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഒരു ഫലവൃക്ഷത്തിൻ്റെ തൈ ഒരാൾ നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന കായികനികൾ മനുഷ്യരും ജന്തുക്കളും പക്ഷിപറവാദികളും പോലും തിന്നാലും അത് അയാൾക്ക് സദഖയാണ് എന്നാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം അതൊക്കെ അതിൻ്റെ പ്രതിഫലങ്ങൾ നിലനിന്ന് കിട്ടുകയാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ സദഖ അല്ലെങ്കിൽ സദഖ
എങ്ങനെയുള്ള സദഖ? അഖ്റജഹാ മിൻ മാലിഹി, തൻ്റെ ധനത്തിൽ നിന്ന് ഒരാൾ സദഖ ചെയ്തു. ഏതവസരത്തിൽ? ഫീ സിഹ്ഹതിഹി, ആരോഗ്യമുള്ള കാലത്ത്. കണ്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്യുക, ആരോഗ്യമുള്ള കാലത്ത്. ആ സദഖയോളം പുണ്യം രോഗം പിടിച്ചിട്ട് സദഖ ചെയ്യുന്നതിനില്ല. അയ്യു സദഖതി അഫ്ളൽ, നബി തങ്ങളോടുള്ള ചോദ്യമാണ്, ഒരു സഹാബിയുടെ ചോദ്യമാണ്. അയ്യു സദഖതി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ, ധർമ്മം ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി നമ്മൾ മനസ്സിരുത്തി കേൾക്കുക. അൻത തസദ്ദഖ, നീ ധർമ്മം ചെയ്യലാണ്. വ അൻത സഹീഹുൻ ശഹീഹുൻ തഅമുലുൽ ഗിനാ വ തഖ്ശൽ ഫഖർ, നീ ധർമ്മം ചെയ്യലാണ് എപ്പോ? വ അൻത സഹീഹുൻ, ആരോഗ്യമുള്ളവനായിരിക്കെ. എന്താ കാരണം എന്നറിയോ? രോഗം ബാധിച്ച് ഇനിയിപ്പോൾ മരിക്കാൻ പോവുകയാണ് എന്ന് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും, ഇനി എനിക്കെന്തിനാ മുതലേ. അപ്പം എന്നാ കിടക്കട്ടെ, പള്ളിക്ക് ഇത്ര, എത്തിങ്ങാനൊക്കെ ഇത്ര, എൻ്റെ മറ്റോടത്തേക്ക് ഇത്ര, മറ്റവർക്ക് ഇത്ര, രോഗമൊക്കെ ഒന്ന് മാറട്ടെ, ഒക്കെ ഒന്ന് ഇതാകട്ടെ, അങ്ങനെയൊക്കെ. സഹീഹ്, നല്ല ആരോഗ്യമുള്ളവനായിരിക്കെ സദഖ ചെയ്യ്. എന്താ ആരോഗ്യമുള്ള സമയത്തും അല്ലാത്ത സമയത്തും സദഖ ഞാൻ വിശദീകരിക്കൊന്നും വേണ്ട, നമുക്കൊക്കെ അറിയാം. വ അൻത സഹീഹുൻ, അടുത്ത ഉപാധി പറയുന്നത്, കണ്ടീഷൻ. വ അൻത സഹീഹുൻ ശഹീഹുൻ, പണത്തോട് വലിയ ആർത്തിയുള്ളവനായിരിക്കെ. ലുബ്ദ് നിന്റെ മനസ്സിലുണ്ട്, കൊടുത്താ കുറഞ്ഞു പോകും, കൊടുത്താ കുറഞ്ഞു പോകും, കൊടുത്താ കുറഞ്ഞു പോകും എന്നിങ്ങനെ പറയുന്ന കാലാണ്. അപ്പ കൊടുക്കണം. തഅമുലുൽ ഗിനാ, സമ്പത്തിനെ നീ വല്ലാതെ മോഹിച്ചു നടക്കുന്ന കാലം. വതഖ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോ എന്ന് നീ വല്ലാതെ പേടിക്കുന്ന കാലം. അക്കാലത്ത് കൊടുക്കുന്ന സദഖയോളം ശ്രേഷ്ഠമായ ഒരു സദഖ വേറെയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരാൾ തൻ്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു. ഫീ സിഹ്ഹതിഹി, അയാൾക്ക് ആരോഗ്യമുള്ള കാലത്ത്. വഹയാത്തിഹി, അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ കൊടുത്ത ധർമ്മം, ആ വിധത്തിലുള്ള വഖഫുകൾ, യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അയാൾ മരിച്ചാലും അയാളിലേക്ക് അതിൻ്റെ നന്മകൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഇതിൽ ഏതെങ്കിലും ഒരു അസർ ബാക്കിയാക്കുവാൻ നമുക്ക് സാധിച്ചാൽ, നല്ല നിയ്യത്തോടെ, എത്രത്തോളം സ്വകാര്യമായി നിർവഹിക്കാനാകുമോ അത്രത്തോളം സ്വകാര്യമായാൽ അത്രയും നല്ലത്. നിർവഹിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇതാണ് ആസാർ. ഇതൊക്കെ ഇപ്പം നന്മകളുടെ കാര്യമാണ് ഈ പറയുന്നത്. തിന്മകൾക്കുമുണ്ട് ഇതിൻ്റെ നേരെ വിപരീതമായ ഫലങ്ങൾ. ഇതൊക്കെ നന്മകൾ ചെയ്തു വെച്ചു പോയതാ. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ, നൂറുകണക്കിന് വ്യാഖ്യാതാക്കൾ ലോകത്ത് കഴിഞ്ഞുപോയി. ഇന്നും നമ്മൾ അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങൾ പിൽക്കാല തലമുറ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്നോ മരിച്ചുപോയി. ധാരാളക്കണക്കിന് മുഹദ്ദിസീങ്ങൾ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം പോലെയുള്ള പ്രസിദ്ധരായ അത്തരത്തിലുള്ള ആളുകൾ, അവർക്കും മുമ്പേ കടന്നുപോയ സഹാബാക്കൾ, അവരുടെയും നേതാവായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് വരുന്നതിൻ്റെ കണക്കാർക്കാ കൊടുക്കാൻ കഴിയുക? എത്ര കോടാനുകോടി ജനങ്ങളാണ് അതിൻ്റെ ഫലം അനുഭവിച്ചത്? എത്രായിരം ജനങ്ങളാണ് അതിൻ്റെ ഫലം അനുഭവിച്ചത്? അപ്പം അവർക്കൊക്കെ കിട്ടുന്നതിൻ്റെ കണക്ക് റഹ്മാനായ റബ്ബിനല്ലാതെ അറിയോ? എന്തേ? അവരൊക്കെ നന്മയുടെ തുടക്കക്കാരായി, അവരെ കൊണ്ട് കഴിയാവുന്ന അസറുകൾ ഈ ലോകത്ത് ബാക്കിയാക്കി അവർ മരിച്ചുപോയി. എന്തെങ്കിലും ഒരു നന്മ ഇതേപോലെ നമുക്ക് ബാക്കിയാക്കുവാൻ സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും എന്താണോ ചെയ്യാനാവുക അത് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. നേരെ വിപരീതം എന്താണ്? തിന്മകൾക്ക് തുടക്കം കുറിച്ചു പോയ ആളുകൾ, അവർക്കതിൻ്റെ ശിക്ഷയും വരും. അവർ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവരാണെങ്കിൽ. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചന പറഞ്ഞു. ലോകത്ത് വിഹിതമല്ലാത്ത വിധത്തിൽ അനീതിയോടുകൂടി, അനീതിയാൽ ഏതൊരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നുണ്ടോ അതിൻ്റെ ഒരു വിഹിതം ആദ്യ കൊലപാതകത്തിന് തുടക്കം കുറിച്ച ഖാബീലിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അവനാണ് തുടക്കക്കാരൻ. അതൊരു കൊലപാതകത്തിൻ്റെ മാത്രം വിഷയമല്ല. ഏതൊക്കെ തിന്മകളുടെ ഡോറുകൾ ആരാണോ ആദ്യം ഓപ്പൺ ചെയ്തത്, ആ തിന്മകളുടെ കവാടങ്ങളിലൂടെ പിൽക്കാലത്ത് ആരൊക്കെ കടന്നുപോയോ അവരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ശിക്ഷ ഈ തുടക്കക്കാരനും ഉണ്ടാകും.
അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു, നമ്മളായിട്ട് ഒരു തിന്മയുടെയും ഡോർ ഓപ്പൺ ചെയ്യരുത്. അത് സ്വന്തം വീടുകളിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അശ്ലീലതകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ചാനലുകൾ വെച്ചു കൊടുത്തിട്ട് നിയന്ത്രിക്കാനാവാത്ത വീടുകൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക ഇപ്പം തന്നെ. കാരണം അത് നിയന്ത്രിക്കാനാവാത്തവർ അത് വെച്ചു കൊടുക്കരുത്. സംവിധാനങ്ങൾ നമ്മളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലോകത്തനവധി നിരവധി കാര്യങ്ങളിൽ നിന്ന് അങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ശിർക്കിൻ്റെതായ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട്. അവർ ചെയ്യുന്ന പാതകങ്ങൾ എത്രയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ച കാര്യമാണ് ഖബറുകൾക്ക് മീതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഖബറുകൾക്ക് മീതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ജാറങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന വലിയ വലിയ ഉലമാമാരുണ്ട്. പണ്ഡിത ശിരോമണികൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ ജാറങ്ങൾ കെട്ടിപ്പടുത്തിട്ട് ആ മഖ്ബറ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നു. അവിടെ മുതൽക്കവിടെ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ ഖബറിന്മേൽ ചുംബിക്കുന്നു, വിളക്ക് കൊളുത്തുന്നു. അള്ളാന്റെ റസൂല് വിരോധിച്ച സർവ്വകാര്യങ്ങളും ഖബർ സിയാറത്തിന്റെ പേരിൽ, ഉറൂസുകൾ എന്ന പേരിൽ, ആണ്ട് നേർച്ചകൾ എന്ന പേരിൽ മഖ്ബറകളിൽ നടക്കുന്നു. ആരാണോ തുടക്കക്കാരൻ, അവന്റെ അക്കൗണ്ടിലേക്ക് ഈ പാപങ്ങളുടെ എല്ലാം അക്കൗണ്ട് അവനൊരു വിഹിതം വരാതിരിക്കില്ല. ശിർക്ക് തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏത് പാപങ്ങളും ആരൊക്കെ തുടക്കം കുറിച്ചോ അതിൻ്റെയൊക്കെ അക്കൗണ്ടിലേക്ക്, അതിൻ്റെയൊക്കെ തുല്യമായ ഒരു ശിക്ഷ അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു പറയാനാണ് ഞാൻ ആ ശിർക്കിന്റെ ഉദാഹരണം എടുത്തു പറഞ്ഞത്. അതേപോലെ തന്നെ ഏതൊക്കെ തിന്മകൾ ആരൊക്കെ ഓപ്പൺ ചെയ്തോ. ചിലപ്പോൾ മനുഷ്യന്മാര് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് ഏതോ ഒരു സുഹൃത്ത് ചോദിച്ചു, ഒരാൾ തൗബ ചെയ്തിട്ടാണോ മരിച്ചു പോയതെങ്കിലോ? തുടക്കക്കാരനൊക്കെ അയാളായി, അയാൾ ഒരുപാട് തിന്മക്ക് ലോകത്ത് തുടക്കം കുറിച്ചു. ആ തിന്മയുടെ കൂടെ ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അയാൾ മാറി, അയാൾക്ക് നല്ല മാറ്റം വന്നു, അയാൾ തൗബ ചെയ്തു, എന്നാലും അയാൾക്ക് ശിക്ഷ കിട്ടുമോ? അതെങ്ങനെ കിട്ടാനാ? കിട്ടൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അയാൾ തൗബ ചെയ്തിട്ടാണോ മരിച്ചു പോയത് എങ്കിൽ അയാൾ അല്ലാഹു പുറത്തു കൊടുത്തു. അതല്ല, അയാൾ തൗബയൊന്നും ചെയ്യാതെ തിന്മക്ക് ഓപ്പൺ ചെയ്ത് അയാൾ മരിച്ചു പോയാൽ കിട്ടും. ഇത് നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം. അതുകൊണ്ട് നന്മക്കുടെ മാത്രം ആസാറുകൾ നമുക്ക് കിട്ടണം. ഒരു തിന്മയുടെയും ആസാറ് രണ്ടിനും ഉണ്ടാവും. നന്മക്കുമുണ്ട് ആസാറുകൾ, അവശിഷ്ടങ്ങൾ. അതാ മനസ്സിലാക്കണം. അതിനാ ഞാൻ വിശദീകരിക്കുന്നത്. നക്തുബുമാ ഖദ്ദമു, നമ്മളാ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. അത് മാത്രല്ല, അതാണ് സൂറത്ത് യാസീനിൽ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചതെന്ന ഈ കാര്യം. അതും എഴുതും. അപ്പൊ നമ്മൾ മരിച്ചാലും നമുക്ക് നന്മ, നമ്മുടെ അക്കൗണ്ടിലേക്ക് നന്മ എഴുതുന്നുണ്ട്, തിന്മ എഴുതുന്നുണ്ട്. ജീവിതകാലത്ത് ചെയ്തു വെച്ച നന്മകളുടെ അവശിഷ്ടങ്ങൾ മരണശേഷവും നിലനിൽക്കുന്നുണ്ടോ? അതുകൊണ്ട് അനുഭവം കിട്ടുന്ന, ഉപകാരം കിട്ടുന്നതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ജീവിതകാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള കൊള്ളരുതായ്മകൾ, തിന്മകൾ, ഏതൊക്കെ രൂപത്തിലുള്ള ഷെറുകളായിട്ട് അത് ഇന്നും നിങ്ങൾ തുടക്കക്കാരനായിട്ട് നിലനിൽക്കുന്നുണ്ടോ? മരിച്ചാലും വിടൂല. ആ തിന്മ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ നിങ്ങൾക്കും ഷർറായിട്ട് രേഖപ്പെടുത്തും, നമുക്കും രേഖപ്പെടുത്തും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇദാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും എന്ന് പറഞ്ഞാൽ വിഷയം വളരെ ക്ലിയറാണ്. അതുകൊണ്ട് നന്മയുടെ മാർഗത്തിലേക്കായിരിക്കണം നമ്മൾ ക്ഷണിക്കേണ്ടത്. നല്ല കാര്യത്തിനായിരിക്കണം തുടക്കം കുറിക്കേണ്ടത്. നല്ല കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ, നല്ല കാര്യത്തിന് തുടക്കം കുറിച്ചാൽ ഖിയാമത്ത് നാൾ വരെ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ ഉപകാരങ്ങൾക്കും വിഹിതം ഇൻഷാ അല്ലാഹ് ലഭിക്കും. നേരെ മറിച്ച് തിന്മയാണെങ്കിൽ അതുവരെയും ആ ശിക്ഷയിലും നമ്മൾ പങ്കാളികളാകും. റഹ്മാനായ റബ്ബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ പഠിച്ചത്. ഇനി ഇവിടെ മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. ആസാറഹും എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന ജീവിതകാലത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ തന്നെ ആ സൽക്കർമ്മങ്ങളിലേക്കുള്ള നടത്തങ്ങളെ അതിൻ്റെ അടയാളങ്ങളായിട്ട് പ്രത്യേകം രേഖപ്പെടുത്തും. അതായത് നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് പോവുകയാണ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി കാലെടുത്ത് വെക്കുന്ന കാലടിപ്പാടുകൾ, ആസാറിന് ആ അർത്ഥമുണ്ട്. അൽ ഖുതാ ഇലൽ മസ്ജിദി, പള്ളിയിലേക്കുള്ള കാൽവെപ്പുകൾ. അതുപോലെ നിസ്കാരത്തിൻ്റെ കൂലി മാത്രമല്ല എഴുതുക, ഓരോ സ്റ്റെപ്പുകളും എഴുതപ്പെടും, അത് പ്രത്യേകം എഴുതപ്പെടും എന്ന് പറഞ്ഞ ആ നിലക്കുള്ള വിശദീകരണങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് മദീന മസ്ജിദാണ് അവിടെ പ്രധാനപ്പെട്ട പള്ളിയായിട്ടുണ്ടായിരുന്നത്. ഈ മദീന മസ്ജിദിൻ്റെ വളരെ ദൂരെ താമസിച്ചിരുന്നൊരു ഗോത്രമായിരുന്നു ബനൂ സലമ ഗോത്രം. ബനൂ സലമ ഗോത്രം മദീനയിൽ അന്ന് പ്രസിദ്ധമായ ഒരു അറേബ്യൻ ഗോത്രമാണ്. അവർ താമസിച്ചിരുന്നത് മദീന പള്ളിയുടെ കുറേ ദൂരെയാണ്.
അവർക്ക് അവിടെ എത്താൻ കുറേ നേരം നടക്കണം. അപ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയാണ്, മദീന മസ്ജിദിന്റെ ചുറ്റുഭാഗത്തും ചില വീടുകൾ ഒഴിവായി, ചില ഭൂമികൾ ഒഴിവായി. അതിനൊരു കാരണം പറയേണ്ടത്, മുനാഫിക്കീങ്ങളൊക്കെ മസ്ജിദിന്റെ അടുത്തുനിന്ന് പലപ്പോഴും ചാൻസ് കിട്ടിയ താമസം ദൂരത്തേക്ക് മാറിയിരുന്നു എന്നാണ്. ഒരിക്കലൊരു ബാങ്കൊരു ശല്യവും പള്ളിയിൽ പോകണ്ടേ, അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ദൂരെ പോയി താമസിക്കാമെന്നായിരുന്നു. അതേ അവസരത്തിൽ മുഅ്മിനീങ്ങൾക്കാണെങ്കിൽ അവിടെ താമസിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അവർക്ക് ദൂരെയാണ്. അങ്ങനെ മസ്ജിദിന്റെ ചുറ്റുഭാഗത്തും കുറേ ഭൂമികൾ ഒഴിവായി. ഇത് കേട്ടപ്പോൾ ഫഅറാദ ബനൂ സലമ അൻ യൻതഖിലൂ ഇലാ ഖുർബിൽ മസ്ജിദി, പള്ളിയുടെ അടുത്തേക്ക് താമസം മാറണമെന്ന് ബനൂ സലമക്ക് ഉദ്ദേശമുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വിവരം കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇന്നഹു ബലഗനീ, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്നക്കും തുരീദൂന അൻ തൻതഖിലൂ, നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന വിവരം ഞാൻ അറിഞ്ഞു. ഖുർബൽ മസ്ജിദി, പള്ളിയുടെ അടുത്തേക്ക് താമസം മാറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ കേട്ടത് ശരിയാണോ എന്ന് ബനൂ സലമ ഗോത്രത്തിൻ്റെ ആളെ വിളിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് ഖദ് അറദ്നാ ദാലിക, അതേ നബിയെ, ഞങ്ങൾക്ക് അങ്ങനെ വരണമെന്ന് മോഹണ്ട്, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്? യാ ബനി സലമ, യാ ബനി സലമ ദിയാറക്കും തുക്തബ് ആസാറുക്കും, ദിയാറക്കും തുക്തബ് ആസാറുക്കും. 2 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ 665 നമ്പറായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. എന്താ നബി തങ്ങൾ അവരോട് പറഞ്ഞത്? ബനൂ സലമക്കാരെ, ദിയാറക്കും, നിങ്ങളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്നോ, ഉസ്ബുത്തു, അവിടെ തന്നെ താമസിച്ചോളൂ എന്നർത്ഥം. അവിടെ തന്നെ നിങ്ങൾ താമസിച്ചോളൂ. എന്താ കാരണം? തുക്തബ് ആസാറുക്കും, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ കാലടിപ്പാടുകളും എഴുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ ഉറച്ചു നിന്നോളൂ, നിങ്ങൾ താമസം മാറ്റണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പം എന്താണ് പള്ളിയിലേക്കുള്ള അതിനെ നബി തങ്ങൾ ഇവിടെ പറഞ്ഞാൽ എന്താണ്? ആസാറ് എന്നാണ്. നിങ്ങൾ ആസാറ് എഴുതപ്പെടുന്നുണ്ട്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വ നക്തുബു മാ ഖദ്ദമു വ ആസാറഹും, ഇവരുടെ ആസാറ് എഴുതപ്പെടുന്നുണ്ട്. ഏതിനെ പറഞ്ഞത്? ആസാറ്, പള്ളിയിലേക്കുള്ള നടത്തം. പള്ളിയിലേക്കുള്ള അങ്ങോട്ടുള്ള നടത്തം മാത്രമല്ല എന്നാണ്, തിരിച്ചു പരിയിലെത്തോളുള്ളതും രേഖപ്പെടുത്തുന്നത്. അതിന് പോൽബലകമായൊരു സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ഇതേ മുസ്ലിമിൽ തന്നെ തൊട്ട് മുകളിലുള്ള 663 ഹദീസിൽ കാണാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സഹാബി പറയാണ്, കാന റജുലുൻ, ഒരാളുണ്ടായിരുന്നു മദീനത്ത്. അദ്ദേഹം പറയുന്നു, മദീനയിൽ ഒരാളുണ്ടായിരുന്നു, ഒരു സഹാബി. ലാ അഅലമു റജുലൻ, എനിക്ക് ഒരാളെയും അറിഞ്ഞുകൂടാ, അബ്അദ മിനൽ മസ്ജിദി മിന്നു, മദീന പള്ളിയുമായി അയാളോളം ദൂരെ താമസിക്കുന്ന ഒരാളെ എനിക്ക് പരിചയമില്ല. അത്ര ദൂരെയായിരുന്നു ഈ സഹാബി താമസിച്ചിരുന്നത്. അങ്ങനത്തെ ഒരാളെ എനിക്കറിയാം. എന്നാലോ എത്ര ദൂരെയാണ് അദ്ദേഹമെങ്കിലും അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? വകാന ലാ തുഖ്തിഉഹു സ്വലാ, ഒരു വഖത്ത്, ഒരു നിസ്കാരം അദ്ദേഹത്തിന് മിസ്സാവില്ല. ഒരു വഖത്ത്, ഒരു നിസ്കാരം അദ്ദേഹത്തിന് മിസ്സാവില്ല. അങ്ങനെ ഫഖീല ലഹു, അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ലവിഷ്തറൈത ഹിമാറൻ, നിങ്ങൾക്കൊരു കഴുതനെ വാങ്ങിക്കൂടെ? അന്നിപ്പോൾ നടക്കാൻ നമ്മളിപ്പോൾ ഒന്ന് സൈക്കിൾ വാങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിക്കൂടെ എന്നൊക്കെ പറയണ മാതിരിയാണ് അന്നൊരു ഹിമാർ, ഒരു കഴുത. അന്നിപ്പോൾ അതല്ലേ വാഹനങ്ങൾ, കഴുത, കുതിര, ഒട്ടകം, ഇതൊക്കെയല്ലേ. അപ്പം ഒരു കഴുതയെ വാങ്ങിയാൽ തെർക്കബുഹു ഫിൽ അൽമായി, ഇരുട്ടത്തൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുക, വഫിർ റംലായി, നല്ല ചൂടുള്ള സമയത്തും ഒക്കെ നിങ്ങൾക്ക് നല്ലതല്ലേ, ജന്തുക്കളെ പ്രയാസവും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തൂടെ? അങ്ങനെ ചെയ്താൽ എന്താന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ യസുറുനി അന്ന മൻസിലി ഇലാ ജൻബിൽ മസ്ജിദി, പള്ളിൻ്റെ അടുത്തേക്ക് താമസം മാറ്റുന്ന എനിക്കിഷ്ടല്ല. ഇത് ജാബിർ റളിയല്ലാഹു, ഇത് ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു കേട്ടു. ഉബയ്യ് റളിയല്ലാഹുവിനോട് ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അപ്പോൾ ഉബയ്യ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഇമാം മുസ്ലിമിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അതെനിക്ക് സഹിച്ചില്ല, ഞാൻ തെറ്റിദ്ധരിച്ചു അതിൻ്റെ അർത്ഥം. കാരണം മുനാഫിക്കീങ്ങളൊക്കെ മദീന മസ്ജിദിൻ്റെ തൊട്ടുനിന്ന് പോകാനാ ഉദ്ദേശിക്കുന്നത്, ദൂരെ വീടാകാനാ. അപ്പം ഇദ്ദേഹത്തിന് വല്ല നിഫാക്കും പിടികൂടിയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു, അതെനിക്ക് സഹിച്ചില്ല, അങ്ങനെ പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല. ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ അയാളോട് ഇങ്ങനെ പറഞ്ഞു, അയാളെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പം അയാൾ ഇങ്ങനെ മറുപടി അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിപ്പിച്ചു. എന്തേ ഉണ്ടായി?
നിങ്ങളിങ്ങനെ മറുപടി പറഞ്ഞോ? പറഞ്ഞു നബിയെ. എന്തേ കാരണം? എൻ്റെ കാരണവും കൂടി നിങ്ങൾ കേൾക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു. എന്താ കാരണം എന്നറിയോ? ഇന്നി ഉരീദു അൻ യുക്തബലി മംശായ ഇലൽ മസ്ജിദി, പള്ളിയിലേക്കുള്ള എൻ്റെ ഓരോ കാലടിപ്പാതകളും എനിക്ക് ഹസനത്തായിട്ട് എഴുതപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പള്ളിയിലേക്കുള്ള നടത്തം മാത്രമല്ല, വറുജൂഇ ഇദാ റജഅതു ഇലാ അഹ്ലി, നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുവോളമുള്ള കാൽവെപ്പും എനിക്ക് ഹസനത്തായിട്ട് എഴുതപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ? അതിനാണ് പ്രോത്സാഹിപ്പിച്ചിട്ട് പറഞ്ഞു, ഖദ് ജമഅ അല്ലാഹു ലക ദാലിക കുല്ലഹു, താങ്കൾക്കത് മുഴുവൻ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരും. അപ്പം ഇന്ന് എന്തൊക്കെ മനസ്സിലാക്കണം നമ്മൾ? അന്നത്തെ സഹാബിമാർ എത്ര ദൂരെയാണെങ്കിലും അവർക്കൊരു ജമാഅത്ത് മിസ്സാവില്ല. നമ്മൾ പള്ളിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് ജമാഅത്ത് കിട്ടൂല. അന്നത്തെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ പോലും അവരെന്ത് ചെയ്തു? നടക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടു. ആ നടത്തത്തിൻ്റെ കൂലി കിട്ടാൻ, നടത്തത്തിൻ്റെതായ പ്രതിഫലം കിട്ടാൻ. പള്ളിയിലേക്കുള്ള നടത്തം മാത്രമല്ല, തിരിച്ച് വീട്ടിലൊരോളം അതിന് കൂലിയുണ്ട്. ഓരോ കാൽവെപ്പുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ഒരു സ്റ്റെപ്പിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നു. ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അള്ളാഹുവിലേക്കുള്ള നിങ്ങളുടെ ദറജ ഉയരുന്നു. റബ്ബിലേക്കുള്ള ദറജ, അടുപ്പത്തിൻ്റെ ദറജ ഉയരുന്നു. ഒന്നിലൂടെ നമ്മുടെ പാപം പൊറുക്കുന്നു എന്നാണ്. അപ്പം അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. മിസ്സാവൂല. ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതവിടെ എഴുതി, അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ അതവിടെ എഴുതി. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവർ ചെയ്യുന്ന നന്മകൾക്ക് വേണ്ടിയുള്ള അവരുടെ നടത്തം, ഇതേപോലെ തന്നെ തിന്മകൾ ചെയ്യാൻ വേണ്ടിയുള്ള നടത്തത്തിന് ശിക്ഷയുമുണ്ട്. തിന്മ ചെയ്യാൻ വേണ്ടിയുള്ള യാത്ര അതല്ലേ? തിന്മ ചെയ്യാനുള്ള യാത്രക്ക് ജമ്മും കസറും ഉണ്ടോ? തിന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ പോവുകയാണ്, യാത്രയാണ്. എന്തിനാ പോണത്? ഒരാൾ യാത്ര പോകുകയാണ്, ഏതോ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന അയാളുടെ ഉദ്ദേശം അവിടെ പോയിട്ട് ഇഷ്ടം പോലെ മദ്യപിക്കണം, പെണ്ണുങ്ങളെ കൂടെ കഴിയണം. അങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. കമ്പനികളൊക്കെ ഓഫർ കൊടുക്കുന്നുണ്ട്, വൻ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സാധനം ഇത്ര ചിലവഴിച്ചാൽ ഒരു ടിക്കറ്റ് ഫ്രീ ബാങ്കോക്കിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും നല്ല സ്ഥലങ്ങളിലേക്ക്, ചീത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന എല്ലാവരും ഉണ്ടാവും. പോകുന്നവൻ്റെ മനസ്സ് പോലെ ഇരിക്കും. എവിടെ പോയാലും നന്നാവേണ്ടവരും നന്നാവാം, ചീത്തയാവേണ്ടവരും ചീത്തയാവാം, അത് വേറെ വിഷയം. പക്ഷെ ഒരാൾ തിന്മ ഉദ്ദേശിച്ചാണ് പോകുന്നതെങ്കിലോ ആ യാത്രക്ക് മുതൽ മുടക്കുന്നതും അതിനുള്ള യാത്രയും മുഴുവനും അത് അവൻ്റെ തിന്മക്കുള്ള ആസാറുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മൻ സലക തരീഖൻ, ഒരാളൊരു വഴിയിൽ പ്രവേശിച്ചു, ഇൽമ നേടുന്ന വഴിയിൽ. നമ്മൾ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു പോരുന്നു, നമ്മൾ ട്രാഫിക്കിൽ നിന്ന് വിഷമിക്കുന്നു, ചിലപ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്നു, കുറേ ടൈം ചിലവാക്കുന്നു. എന്താ? സ്വർഗപാതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ യാത്ര പോലും അപ്പോൾ എല്ലാം പടച്ചതമ്പുരാൻ്റെ റബ്ബിൻ്റെ രേഖയിലുണ്ടാകും, ഒന്നും നഷ്ടാവൂല. അതുകൊണ്ട് ആസാറുകൾ, നന്മകളുടെ ആസാറുകൾ നമുക്കുണ്ടാകുവാൻ പരിശ്രമിക്കണം, തിന്മയുടെ ആസാറുകൾ കിട്ടാതിരിക്കാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പാഠം. ഇനി നാലാമതായി അള്ളാഹു കൃത്യമായി പറയുന്നത് എന്താണ്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. മൂന്നെണ്ണം പറഞ്ഞു. നാലാമത് വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാ കാര്യങ്ങളും, വകുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളും തന്നെ, അഹ്സൈനാഹു, അതിനെ നാം കൃത്യവും വ്യക്തവുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഹ്സാ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ രേഖപ്പെടുത്തലാണ്. അതിലിഞ്ഞി ഒന്ന് കൂട്ടാനും കുറക്കാനൊന്നുമില്ല. എല്ലാം അള്ളാന്റെ രേഖയിലുണ്ട്. എവിടെ? ഫീ ഇമാമിൻ മുബീൻ, സുവ്യക്തമായ ഒരു കേന്ദ്ര ഗ്രന്ഥത്തിൽ. ഇമാം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം അൽ കിതാബ്, അൽ ലൗഹുൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദാകുന്ന റബ്ബിൻ്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിലില്ലാത്ത ഒന്നുമില്ല, എല്ലാം അതിലുണ്ട്. وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ഒരു ഇല കൊഴിയുന്നില്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഏതൊരു കാര്യവും എല്ലാം അവൻ്റെ വ്യക്തമായ ഗ്രന്ഥത്തിലുണ്ട്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദ് അതിലെല്ലാമുണ്ട്.
എ മുതൽ സെഡ് വരെ എല്ലാം എഴുതി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ്. ആ രേഖ ഒരാൾക്കും കാണിച്ചു കൊടുത്തിട്ടുമില്ല. അത് അള്ളാഹിൻ്റെ മാത്രം അറിവിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ മാത്രം അറിവിൽപ്പെട്ട ആ രേഖയിലാണ് ലോകമെന്ന് അവസാനിക്കും. എന്നാണ് ലോകത്തിൻ്റെ അവസാന ഡേറ്റ് ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഇമാം മുബീനിൽ അതും രേഖയുണ്ട്. ഓരോരുത്തരും എപ്പോൾ മരിക്കും ആ രേഖയിലുണ്ട്. ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം അതിലുണ്ട്, എല്ലാം വ്യക്തമാണ്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. എല്ലാം അതിലടങ്ങിയിട്ടുള്ള അതാണ് അതിനെപ്പറ്റി കേന്ദ്ര ഗ്രന്ഥം എന്ന് പറയുന്നത്. ഉമ്മുൽ കിതാബ്, ഇന്നഹു ലഫീ ഉമ്മിൽ കിതാബി, ഉമ്മുൽ കിതാബിലുള്ളതാണത്. മാതൃഗ്രന്ഥം എന്നാണ്. എല്ലാം അതിലാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ പേരാണെന്ത് ഇവിടെ ഇമാം എന്ന് പറഞ്ഞത്. ഇമാം എന്ന് പറയുന്ന പരാർത്ഥമുണ്ട്. നമ്മളൊരാളിലേക്ക് മടങ്ങുന്ന, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്കൊരു ഇമാം ഉണ്ടാവും. ആ ഇമാമിനേക്കാണ് നമ്മൾ മടങ്ങുന്നത്. പറഞ്ഞാൽ ആ ഇമാമിനെ ഫോളോ ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ ഇമാം പരാർത്ഥങ്ങളിൽ പ്രയോഗിക്കും. ഇവിടെ ലൗഹുൽ മഹ്ഫൂദ്, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും ജ്ഞാനത്തിന്റെ മടക്കം, മർജിഅ, സോഴ്സ് അവിടെയാണ്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. ആണ് ഇവിടെ ഇമാമി മുബീൻ എന്ന് പറഞ്ഞത്. അത് വ്യക്തമാണ്. നമുക്ക് അജ്ഞാതമാണെങ്കിലും റഹ്മാനായ റബ്ബിനത് വളരെ കൃത്യവും വ്യക്തവുമാണ്. സൂറത്തുൽ ഹദീദിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാം ഒരു രേഖയിലുണ്ട്. പിന്നെന്തിനാ വിഷമിക്കുന്നത്? ആപത്ത് വരുമ്പോൾ എന്തിനാ വല്ലാതെ സങ്കടപ്പെടുന്നത്? അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ എന്തിനാ നെഗളിപ്പ് കാണിക്കുന്നത് എന്ന് അല്ലാഹു തആല അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? മാ സാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ സാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി, ഈ ഭൂമിയിലാവട്ടെ ഇനി നിങ്ങളുടെ ദേഹങ്ങളിലാവട്ടെ എന്ത് മുസീബത്ത് ബാധിച്ചാലും അതൊക്കെ ഇല്ലാ ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിലുണ്ട്. മനസ്സിലായോ? ശ്രദ്ധിക്കണം. ഇല്ലാ ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ അതില്ലാതെ ഇല്ല. എങ്ങനെയുള്ള ഗ്രന്ഥമാണ്? നിങ്ങൾക്കത് ബാധിക്കുന്നതിന്റെ മുമ്പേ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതിവിടെ സൃഷ്ടിച്ച് അഥവാ നമുക്കത് ബാധിക്കുന്നതിന്റെ മുമ്പേ അതവിടെ മൂലരേഖയിലുണ്ട്, ഗ്രന്ഥത്തിലുണ്ട്. അങ്ങനെയൊക്കെ ഈ ലോകത്തിന്റെ എല്ലാം മുതൽക്ക് അവസാനം വരെ എഴുതപ്പെടുന്ന രേഖ അതൊക്കെ നടക്കുവോ? ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമാണ്, എളുപ്പമാണ്. അല്ലാഹു തആല പറയും. എന്തിനാണ് അങ്ങനെ ഒരു രേഖ? ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. നമുക്ക് വല്ലതും കിട്ടിയില്ലെങ്കിൽ അതിന്റെ പേരിൽ അമിതമായി സങ്കടപ്പെടരുത്. നമുക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്, എനിക്കത് കിട്ടിയില്ലല്ലോ, സങ്കടം. അങ്ങനെ സങ്കടപ്പെടരുത്. കാരണം അള്ളാന്റെ തീരുമാനം അങ്ങനെയാണ്, അതവിടെ രേഖയിലുണ്ട്. ഇനി അതേപോലെ തന്നെ വലാ തഫറഹു ബിമാ ആതാകും, നിങ്ങൾക്കവൻ നൽകിയതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും. അമിതമായിട്ട് ആഹ്ലാദിക്കൊന്നും വേണ്ട, എനിക്ക് അത്ര കിട്ടി ഇത്ര കിട്ടി. അതും അള്ളാന്റെ ഒരു തീരുമാനമാണ്, അതൊക്കെ ഒരു പരീക്ഷണമാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, എല്ലാ കൊടിയ വഞ്ചകന്മാരെയും ദുരഭിമാനികളെയും അള്ളാഹ് ഇഷ്ടപ്പെടുന്നതല്ല എന്നിങ്ങനെ കൃത്യമായിട്ട് അവിടെ പറയുന്നു. എല്ലാം രേഖയിലുണ്ട്. ഇതും ലൗഹുൽ മഹ്ഫൂദാണ്. ഈ ലൗഹുൽ മഹ്ഫൂദ് അള്ളാന്റെ റസൂലിനെ വരെ കാണിച്ചു കൊടുത്തിട്ടില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയാൻ പോകുന്ന വിട്ടു പോകരുത്. ഈ ലൗഹുൽ മഹ്ഫൂദ് ആർക്ക് വരെ കാണിച്ചു കൊടുത്തിട്ടില്ല? അള്ളാന്റെ റസൂലിന് വരെ കാണിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വേഷം മാറി മുത്തമുസ്തഫയുടെ സമീപത്ത് വന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഈമാനിനെ കുറിച്ച് ചോദിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചു നബി തങ്ങളോട്. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയായി ജിബ്രീൽ കടന്നു വന്ന ഒരു ഹദീസ്, ജിബ്രീൽ എന്ന പേരിലുള്ള പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ട്, നമുക്കൊക്കെ അറിയാം. ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീലിൻ്റെ ഹദീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ദീന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന ആ രംഗം. അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? ആരാ ചോദിക്കുന്നത്? ആരാ ചോദിച്ചത്? ജിബ്രീലാ ചോദിച്ചത്. ആരോടാ ചോദിച്ചത്? നബി തങ്ങളോടാ ചോദിച്ചത്. അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്താ? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദ്യകർത്താവിനേക്കാൾ ഒട്ടും ഇക്കാര്യത്തിൽ ചോദിക്കപ്പെട്ട എനിക്ക് വിവരമില്ല. പക്ഷേ അത് എവിടെ ഉണ്ട്? ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അള്ളാന്റെ റസൂൽ കണ്ടോ?
കണ്ടില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു മരിച്ചു കിടക്കുകയാണ്, വഫാത്തായി കിടക്കുകയാണ്. അപ്പോൾ ഒരു മഹദിയായ സഹാബ വനിത അവരുടെ മരണവും അതിൻ്റെ രൂപവും അവരുടെ കിടത്തൊക്കെ കണ്ടിട്ട് പറഞ്ഞു, അക്രമക്കല്ലോ, അള്ളാഹ് ഭയങ്കര ആദരവാണല്ലോ ആദരിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് സ്വർഗം തന്നെയാണല്ലോ എന്ന് പറഞ്ഞു പോയി. അള്ളാഹിൻ്റെ റസൂല് ഈ സഹോദരിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമായിദിരീക്കി, ആരാ നിനക്ക് വിവരം തന്നത് അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു എന്ന്? ആരാ എനിക്ക് വിവരം തന്നത്? എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വല്ലാഹി ഇന്നീല റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്, പക്ഷെ എനിക്ക് പോലും അറിയില്ല എൻ്റെ കാര്യത്തിൽ എന്താ റബ്ബ് അവിടെ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളെ കാര്യമോ എൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതെവിടെ ഉണ്ട്? ഓരോരുത്തരുടെ കാര്യവും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യമൊക്കെ എവിടെ രേഖയിലുണ്ട്? ലൗഹുൽ മഹ്ഫൂദിലില്ലേ? അള്ളാഹിന്റെ റസൂൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയണോ? അത് പറയണോ? എത്ര സംഭവങ്ങളുണ്ട് സഹോദരങ്ങളെ, എത്ര സംഭവങ്ങളുണ്ട്. എന്തിനാ ഞാനിത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പോലും അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ ഖസീദത്തുൽ ബുർദ, ബുർദ ബൈത്ത് എന്ന് കേട്ടിരിക്കണം നിങ്ങൾ. അപ്പോൾ നാട്ടിലൊക്കെ ആൾക്കാർ പിന്നെ ബുർദ സംഗമം, ബുർദ ആസ്വാദന സദസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാടൊട്ടാകെ സംഘടിപ്പിക്കുന്നു. നബി തങ്ങളെ മദ്ഹ് പറയാണ്, അള്ളാഹിൻ്റെ റസൂലിനെ മദ്ഹ് പറയാണ് ബുർദ ബൈത്തിൽ എന്നാണ് അവകാശപ്പെടുന്നത്. എന്നിട്ട് നബി തങ്ങളെ കുറിച്ച് പറയുന്നത് എന്താ? فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. ആ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ എന്ന് ഏറ്റുപാടുന്ന ആ കവിതാശകലത്തിലുള്ളതാണ്. ഫഇന്ന മിൻ ജൂദിക, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് അദ്ദുന്യ, ദുന്യാവും ആഖിറൊക്കെ. ദുന്യാവും ആഖിറൊക്കെ നബിയുടെ ഔദാര്യാണ്. മാത്രല്ല വമിൻ ഉലൂമിക, അങ്ങയുടെ ഇൽമിൽ നിന്നുള്ള ഒരു അല്പമാണ് ലൗഹിലുള്ള ഇൽമുകൾ അങ്ങയുടെ ഇൽമിൽ നിന്നുള്ളതാണ്. വൽ ഖലമി, ഖലമും, ലോകത്തുള്ള എല്ലാം എഴുതിയിട്ടുള്ള റബ്ബിൻ്റെ പ്രത്യേകമായ ഖലം. പറയാൻ പാടുണ്ടോ? ഏറ്റവും അപകടകരമായ വരിയാണത്. അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പോലും അത് പറയാൻ പാടില്ല. എന്നിട്ടും ഇന്നും പറയുന്നു, അവരെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ. മഹിദിമാലിലുള്ള ദുൽഫാഴിമാലിലൊക്കെയാണ് ഇവർ ശേഖന്മാരൊക്കെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളെ സി എം അടവൂർ വരെ ഖബർ കിടന്നിട്ട് ലൗഹുൽ മഹ്ഫൂദ് നോക്കി ഇങ്ങനെ നീർന്ന് കിടക്കുകയാണ്. അവിടെ ആൺകുട്ടികൾ ഇല്ലാന്ന് പടച്ചോൻ വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചെഴുതി പെൺകുട്ടികൾ ആൺകുട്ടികളെ കൊടുക്കുക, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കുക, ആണ് പറഞ്ഞവനെ പെൺകുട്ടിയാക്കുക, പെണ്ണിന് കൊടുത്തവനെ ആൺകുട്ടിയാക്കുക, എന്തൊക്കെ മാറ്റം വരുത്തണം അവിടെയൊക്കെ മാറ്റം വരുത്തുക എന്നാണ്. അങ്ങനെ മാറ്റം വരുത്തുക. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും വില്ലേജ് ഓഫീസിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ള ഒരു മരപ്പലകമേ ചോക്കോണ്ട് എഴുതിയ ബോർഡാണ് ലൗഹുൽ മഹ്ഫൂദ്. ഇവർക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളത് മായ്ക്കാനും എഴുതി ചേർക്കാനും ഒക്കെ പറ്റിയത്. എന്താ ലൗഹുൽ മഹ്ഫൂദ്? ഇവരെന്തറിഞ്ഞു? സഹോദരങ്ങളെ, വലിയ ഗുരുതരമാണ്, അപകടകരമാണ്. നമ്മുടെ സമൂഹം പെട്ടുപോയിട്ടുള്ള അന്ധവിശ്വാസത്തിൻ്റെ ആഴമാണ് നിങ്ങളിതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ ലൗഹുൽ മഹ്ഫൂദ് നോക്കി കിടക്കുകയാണ് ഇവരൊക്കെ എന്നാണ് ഇവർ ഔലിയാക്കന്മാർ. ഇവർ ഈ ലൗഹ് നോക്കിയിട്ട് വേണ്ടത് തിരുത്തേണ്ടത് തിരുത്തുന്നു, ചേർക്കേണ്ടത് ചേർക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് വിശ്വസിക്കാൻ പാടുണ്ടോ? എത്ര ഗൗരവമാണ് പ്രിയമുള്ളവരെ. തനിച്ച കുഫറല്ല ഇത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇതല്ല. ഇസ്ലാം വേറെയാണ്, സൂഫികൾ പറയുന്ന ലോകം വേറെയാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശരിയായ ഈമാനിലൂടെ തഖ്വയിലൂടെ മുന്നോട്ട് പോകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഈ ആയത്തുകളുടെ ആശയം ഒരിക്കലും മറന്നുപോകാതെ നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ബന്ധപ്പെടുത്താനാകുമോ അത്രയും ബന്ധപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് അറിഞ്ഞ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് നമ്മയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.